ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മൾ സ്വന്തം കോഴിക്കോട് ബീച്ചിലാണ്. മെയിനായിട്ട് ഞങ്ങളിപ്പോൾ ബീച്ചിലേക്ക് വന്നതല്ല, ഇവിടെ വേറൊരു ആവശ്യം ഉണ്ടായിന്. അതിന് വന്നപ്പോൾ കുറച്ച് നേരത്തെ ഞങ്ങൾ എത്തിപ്പോയി. അപ്പോൾ എന്തായാലും ഒന്ന് ബീച്ചിലൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നട്ടുച്ചയ്ക്കാണ് കേട്ടോ ബീച്ചിലെത്തിയത്. ഒരുപാട് പേരുടെ സ്വപ്നമായിട്ടുള്ള നമ്മളെ വലിയ ഇലക്ട്രിക് ഓട്ടോൻ്റെ ലോഞ്ചിങ് ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഈ ഒരു വണ്ടീനെ കുറിച്ചിട്ട് എനിക്ക് ആധികാരികമായിട്ടൊന്നും അറിയാത്തതിനെ കൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല. എന്തായാലും ഇത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കുമല്ലോ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ. പിന്നെ വെറുതെ ഒന്ന് കണ്ടു പോകാൻ വേണ്ടിയിട്ട് വന്നതുമല്ല, ഷെയ്ത്താട്ടൻ്റെ വലിയൊരു ആഗ്രഹമാണ് കേട്ടോ ഇലക്ട്രിക് ഓട്ടോ വാങ്ങാന്നുള്ളത്. ചെറുതല്ല, വലുതന്നെ വാങ്ങണം എന്നായിരുന്നു. അത് ഇറങ്ങണതിൻ്റെ മുന്നേ തന്നെ ഉള്ള ആഗ്രഹമാണ്. അങ്ങനെ കുറച്ച് മാസങ്ങൾ മുമ്പ് ഇലക്ട്രിക് ഓട്ടോൻ്റെ വലിയ മോഡൽ ഇറങ്ങണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഷോറൂമിലൊക്കെ പോയിട്ട് അതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ട് ബുക്ക് ചെയ്തേ. അപ്പോഴും മോഡലൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, നമ്മൾ ചെറിയ വണ്ടി കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു ഐഡിയ മാത്രമേ. പക്ഷെ ശരിക്കും ഞങ്ങൾ ആഗ്രഹിച്ച കളർ ഇതല്ലായിരുന്നു, വെള്ള നീലയും കൂടെ ഉള്ള കളർ ഇല്ലേ, അതായിരുന്നു ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ഇറങ്ങണില്ല എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞങ്ങൾ ഇത് എടുത്തതാണ്. എടുത്തതെന്നല്ല, കുറേ കണ്ട് ഇതിനോട് നമുക്കൊരു ഇഷ്ടം തോന്നി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പിന്നെ വിചാരിച്ചു എന്തായാലും ഇതന്നെ മതിയെന്ന്. അപ്പോൾ കുറേ വണ്ടികൾ ഇവിടെ നമുക്ക് ഡെമോ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആ കയറ്റത്തിലൂടെ കയറുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്, അതുപോലെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് ഒക്കെയാണ്. ഇവിടെ പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും വണ്ടീനെ കുറിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ വണ്ടി ആദ്യമായിട്ട് ഇറങ്ങല്ല, അതിനെക്കൊണ്ട് തന്നെ ഞങ്ങൾ എടുക്കാൻ പോകേണ്ടത് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇറങ്ങണേ അല്ലേ ഉള്ളൂ, കുറച്ച് ഇറങ്ങി കഴിഞ്ഞിട്ട് നോക്കിയിട്ടൊക്കെ എടുത്താൽ പോരേന്ന്. പക്ഷെ ഉണ്ടല്ലോ, ഷീത്താട്ടിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. എപ്പോൾ എന്ത് വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വണ്ടി വാങ്ങണം എന്നാ പറയല്. പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, എനിക്ക് അറിയാൻ ഏട്ടന് വണ്ടി എടുക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ ഫസ്റ്റ് ഒക്കെ എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ മറ്റേ ഗ്യാസിൻ്റെ വണ്ടി ഇല്ലേ, പച്ചയും മഞ്ഞ, അത് മതിയെന്നിരുന്നത്. പിന്നെ ഇതിനോടുള്ള ആഗ്രഹം കൂടി വരാൻ തുടങ്ങി. പിന്നെ വണ്ടിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, പ്രകൃതി തന്നെ നമ്മളെ കൂടെ നിൽക്കുമെന്ന് കേട്ടില്ല. പിന്നെ കുറച്ച് പേരൊക്കെ ഇതിന് റേറ്റ് കേട്ടപ്പോൾ ചോദിച്ചു നിന്നാൽ പിന്നെ കാർ എടുത്താൽ പോരേന്ന്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് എന്തെങ്കിലും വരുമാനെങ്കിലും കിട്ടും. കാറിന് നമുക്ക് അധികം അങ്ങോട്ട് ചിലവാവില്ലേ ഉള്ളൂ ചെയ്യാം. എന്തായാലും ഞങ്ങളിപ്പോൾ ഇതെടുത്ത് അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ്. പിന്നെ വാങ്ങണം എന്നുള്ള ആഗ്രഹം തുടങ്ങിയ മുതൽ ഞങ്ങൾ ഇതിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബിലാണെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ കേട്ടിട്ടുമുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ എന്തൊരു സാധനം എടുത്തിക്കുകയാണെങ്കിൽ അതിന് ഗുണങ്ങളും ഉണ്ടാവും ദോഷങ്ങളും ഉണ്ടാവും. ബാക്കിയൊക്കെ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും ചെയ്യും. വണ്ടി നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല, 2-3 ദിവസത്തിനുള്ളിൽ കിട്ടും എന്നാണ് പറഞ്ഞത്. പിന്നെ ട്രയൽ ഓടിച്ചു നോക്കിയപ്പോൾ ഷീത്താട്ട് അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ തോന്നിയത്. ഞാൻ ബാക്കിൽ ഇരുന്നപ്പോഴേ സാധാരണ നമ്മൾ ഓട്ടോയിൽ പോണ പോലെയൊന്നുമല്ല, നമ്മൾ അതിൽ ഇരിക്കുന്നത് തന്നെ അറിയണില്ല, സൗണ്ട് ഇല്ല, നല്ല അടിപൊളിയാണ്. സാധാരണ അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിച്ചിരിക്കുകയാണല്ലോ, ഷീത്താട്ട് മുമ്പെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്നും ബാക്കിലേക്ക് കേൾക്കുള്ളൂ. ഞാൻ വെച്ചിട്ട് അവസാനം ഞാൻ മിണ്ടാതിരിക്കും. നമ്മളെ ഇലക്ട്രിക് ഓട്ടോയിൽ കയറിയപ്പോൾ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റേ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല കേട്ടോ, അതിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു സൂപ്പറായിട്ട് തോന്നും. എന്തായാലും യാത്രക്കാർക്ക് അടിപൊളിയാണ്, വേറെയുള്ള സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് സുഖമായിട്ട് ചെയ്യാം. നമ്മുടെ എല്ലാമായ വിഭൂതി വാക്കർ സർ, can you please have you here?
start this afternoon with grace of thought and lot of excitement. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരി എരിഞ്ഞുകൊണ്ടാണല്ലോ ലോകത്തിന് പ്രകാശം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സൂപ്പർ സ്റ്റാർ പലവരുടെ ലൈഫിൽ നിറയെ റെവന്യൂസും അതുപോലെ ഓപ്പർച്യൂണിറ്റീസും കൊണ്ടെത്തിക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. The lamp that they are lighting here is actually trust, right? That they build. ലോഞ്ച് ചെയ്ത ദിവസം തന്നെ ഒരു ആ വെഹിക്കിളിൽ കാണിച്ച ട്രസ്റ്റ്, ആ ബ്രാൻഡിൽ കാണിക്കുന്ന ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് കാൻറ്റ് ബി എക്സ്പ്ലെയിൻഡ് ഇൻ വേർഡ്സ്. നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈയടി തന്നെ ഇവർക്ക് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ 30ഓളം ചാബികൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. സോ അത് ബജാജിന്റെ മേലിലുള്ള ആ ഒരു വിശ്വാസവും ഇതിന് മുന്നത്തെ എക്സ്പീരിയൻസിന്റെ ഒരു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വണ്ടി എടുക്കാൻ പോയതിൻ്റെ വിശേഷങ്ങൾ. ഇനി വണ്ടി കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.